സുനിത വില്യംസിനെ കാത്തിരിക്കുന്ന നരക ജീവിതം, പക്ഷെ ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന പ്രതിഫലം. സുനിതയ്ക്ക് ഇഷ്ടം ബീട്രൂട്ട് ഹൽവയും വാനില ഐസ്ക്രീമും. എന്താലേ. 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി. ആശങ്കയും ആകാംക്ഷയും ആഹ്ലാദത്തിന് വഴിമാറിയ നിമിഷം. ശാസ്ത്ര വളർച്ചയെക്കുറിച്ചും അതിരുകളില്ലാത്ത പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട സമയം. എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒരു വ്യത്യസ്ത തരം അപ്രോച്ചാണ് സുനിതയുടെ തിരിച്ചുവരവിനായി സ്വീകരിച്ചിരിക്കുന്നത്. മൈക്രോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂഗുരുത്വാകർഷണത്തിലേക്ക് തിരിച്ചെത്തുന്ന മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരിക്കാം മാധ്യമങ്ങളുടെ നരകജീവിതം റിപ്പോർട്ടിംഗ്. ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിൽ 9 മാസത്തോളം ജീവിക്കേണ്ടി വന്ന ഒരു ബഹിരാകാശ യാത്രിക നേരിടുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. 4ാം തവണ നടത്തിയ ദൗത്യത്തിൽ ബഹിരാകാശത്ത് 9 മാസം അസാധാരണ ധൈര്യത്തോടെ ജീവിച്ച ഇവർക്ക് നിഷ്പ്രയാസം ഇത് നേരിടാനാവില്ലേ? ഏറ്റവും അധികം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് തന്റെ പേരിലാക്കിയാണ് ഗുജറാത്തിൽ വേരുകളുള്ള സുനിത ലിൻ വില്യംസ് മടങ്ങിയത്. 150-ലധികം പരീക്ഷണങ്ങളാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ സുനിതയും വിൽമോറും ചേർന്ന് നടത്തിയത്. സുനിത നരകിക്കുമോ, പ്രതിഫലം കേട്ട് ഞെട്ടുമോ, ഇഷ്ടഭക്ഷണം കഴിക്കുമോ എന്നൊക്കെ ആലോചിച്ച് കാട് കയറുന്നവർ വല്ലപ്പോഴൊക്കെ സുനിത കീഴടക്കിയിരിക്കുന്ന ഉയരങ്ങളും കൂടി ഒന്ന് നോക്കണേ.